ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ആക്റ്റീവ, പഴയ മോഡൽ ആക്റ്റീവയാണ്. വണ്ടി ടെസ്റ്റ് വർക്കും അതിനോടനുബന്ധിച്ചുള്ള മെയിൻ്റനൻസ് വർക്കുമാണ്. നിലവിൽ ജനറൽ സർവീസും പെയിൻറ്റിങ്, ബോഡി പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെയാണ് ചെയ്യണത്. ഓൾറെഡി കസ്റ്റമർ നേരിട്ട് കൊണ്ടുപോയിട്ട് പെയിൻറ്റ് ചെയ്ത് കൊണ്ടുവന്ന പാർട്സുകളാണ്. നമുക്ക് അത്യാവശ്യം അത് സെറ്റ് ചെയ്യുക, അഴിച്ചു കൊടുക്കുക, സെറ്റ് ചെയ്യുക, അതേപോലെ തന്നെ അതിൻ്റെ ബാക്കിയത്തെ ഫങ്ഷൻസ് ഒന്ന് കറക്റ്റ് ചെയ്യുക. അതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ഏൽപ്പിച്ചാണ് വർക്ക്. അപ്പോൾ നമ്മൾ നോക്കി അതിൻ്റെ ബാക്ക് ബ്രേക്കൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അഴിച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈൻഡർ നമുക്ക് കമ്പനി ലൈൻഡർ അടക്കണം. ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻഡറാണ്, അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. ബാക്ക് വീൽ പിടിപ്പിക്കുന്നത് ഈ ഒരു ഷാഫ്റ്റും വേണം. എൻ്റെ ബെയറിങ്ങിൻ്റെ പ്ലേ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്ത് വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. ഗിയർ ഓയിൽ മോശമാണ്, അപ്പോൾ അത് ഗിയർ ഓയിൽ നമ്മൾ മാറ്റുന്നുണ്ട്. എയർ ഫിൽറ്റർ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കുന്നുണ്ട്. കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യാനുണ്ട്. എൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കേണ്ടതായിട്ടുണ്ട്. ക്ലച്ച് ഗ്രീസ് ചെയ്യണം, അതിനൊക്കെ വേണ്ടിയിട്ട് അഴിച്ചാനാണ്. ബെൽറ്റ് നമുക്ക് നമുക്ക് കിടക്കുന്നത് കമ്പനി ബെൽറ്റാണ്. ഈ സെൻറ്റർ ഭാഗം നോക്കുമ്പോൾ ചെറിയൊരു പൊട്ടലൊക്കെ ഉണ്ട് ഇതിനകത്ത് ഉള്ളിൽ കേട്ടോ. പക്ഷേ അത്യാവശ്യം നമുക്ക് ഈ ലോക്കൽ ഓട്ടോ ആയതുകൊണ്ട് തന്നെ കിടന്ന് ഓടണേ കൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. എന്നാൽ ഈ സൈഡിലൊക്കെ ചെറുതായിട്ടൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഉപയോഗം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റി കളയാം. ഇവിടെ ചെറിയ ഓട്ടോ ഉള്ളതുകൊണ്ട് വേണമെങ്കിൽ നമുക്കിതിപ്പോൾ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാവുന്നുള്ളൂ. പിന്നെ വീഡിയോ കണ്ടു കഴിയുമ്പോൾ കൃത്യമായിട്ട് ഇത് മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ആവശ്യപ്പെട്ട് മാറ്റാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ചെറിയ ഓട്ടോ ഉള്ളതുകൊണ്ട് നമുക്കത് ജസ്റ്റ് നമ്മൾ സജഷൻ പറയണമെന്നുള്ളൂ. കറക്റ്റായിട്ട് സർവീസ് ചെയ്യുകയാണെങ്കിൽ 4 മാസം കൂടുമ്പോഴാണ് ജനറലായിട്ടുള്ള സർവീസ് വരാം. 4 മാസം കിടന്ന് ഓടണതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല. അപ്പം ഇനി അതല്ല കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ കൈയോടെ മാറ്റി കളഞ്ഞ് പോകണമായിരിക്കും ബെറ്റർ കേട്ടോ. കാരണം ബെൽറ്റ് പൊട്ടി വഴിയിൽ പെട്ട് കഴിഞ്ഞിട്ട് നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിലവിലിപ്പോൾ ലോക്കൽ ഓട്ടോത്തിന് ഇത് മതി, കുഴപ്പമൊന്നുമില്ല. 4 മാസം കഴിഞ്ഞ് സർവീസിന് കയറ്റാണെങ്കിൽ ഇതൊക്കെ മതി. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ആവശ്യപ്പെട്ട് മാറ്റുക. ഏകദേശം ഒരു 500 രൂപയുടെ അടുത്ത് 500-550 രൂപ നമുക്ക് ബെൽറ്റിന് റേറ്റ് വരാം. അത് വീഡിയോ കണ്ടുകഴിയുമ്പോൾ കറക്റ്റായിട്ട് ആവശ്യപ്പെട്ട് മാറ്റി കളയാം കേട്ടോ. നമ്മളെ ലാസ്റ്റിന് പൊട്ടി വഴി പെട്ടുപോയിട്ട് നമ്മൾ കുറ്റം പറയരുത്. വേണമെങ്കിൽ മാറ്റിയിടാം. കാരണം ഇപ്പം മൊത്തത്തിൽ മാക്സിമം ചിലവ് ചുരുക്കി ചെയ്യാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടത്. അപ്പോൾ അതുകൊണ്ടാണ്. അതല്ലെങ്കിൽ നമ്മൾ ബെൽറ്റൊക്കെ മാറ്റിയിടാൻ തന്നെ പറയുള്ളൂ. പിന്നെ ക്ലച്ച് ഭാഗം നമ്മൾ നോക്കുമ്പോൾ ക്ലച്ചിനകത്ത് ഇവിടെ വരുമ്പോൾ ക്ലച്ച് ഷാഫ്റ്റിൻ്റെ സൈഡിൽ ഓയിൽ സീൽ ലീക്ക് ഉണ്ട്, അത് നമ്മൾ മാറ്റുന്നുണ്ട്. ഗിയർ ഓയിൽ മാറ്റുന്നുണ്ട്. പിന്നെ കാർബറേറ്റർ അസംബ്ലി നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. എന്തായാലും നമുക്ക് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റൊക്കെ എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അഴിച്ച് നോക്കുമ്പോൾ തന്നെ ഓൾറെഡി സ്ലോ ജെറ്റൊക്കെ ബ്ലോക്കാണ്. പിന്നെ ഇപ്പോഴത്തെ പെട്രോളിൻ്റേതായിട്ടുള്ളൊരു പ്രോബ്ലംസ് അതിൻ്റെ ഉള്ളിലുണ്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ ദ്രവിച്ചൊരവസ്ഥയിലൊക്കെ ഇരിക്കുന്നുണ്ട്. ഓവർഫ്ലോ കംപ്ലയിൻറ്റ് കാണിച്ചാൽ കാർബറേറ്റർ അസംബ്ലി മാറ്റേണ്ടി വരും. അതല്ലാന്നിട്ട് നമുക്ക് തന്നെ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം കേട്ടോ. ഇതൊക്കെ അറിഞ്ഞിരിക്കുക. പെട്രോളിൻ്റെ പ്രോബ്ലം കൊണ്ട് കാർബറേറ്റർ കംപ്ലയിൻറ്റ് വന്നാൽ മെക്കാനിക്കിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സ്പെയർ പാർട്സ് മേടിക്കുന്ന കമ്പനീനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പെട്രോൾ ക്വാളിറ്റി ഇല്ലാത്ത പെട്രോൾ നമുക്ക് ഉപയോഗിക്കാൻ കിട്ടാം. അതുമൂലം കംപ്ലയിൻറ്റ് വന്നാൽ നമ്മുടെ ഇവിടെ വർക്ക് ചെയ്തിട്ട് കംപ്ലയിൻറ്റ് വന്നു എന്ന് പറയരുത്. കാരണം ഓൾറെഡി നമുക്ക് ഇപ്പോഴത്തെ ഏറ്റവും വലിയ തലവേദനയാണ് ഈ ഒരു കേസ്. പെട്രോളുമായി ലീക്കുമായി ബന്ധപ്പെട്ട ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം. ഇതിപ്പോൾ ഒന്ന് സെറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇപ്പോൾ തന്നെ കാണിക്കും. അങ്ങനെയാണെങ്കിൽ കാർബറേറ്റർ അസംബ്ലി മാറ്റേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര രൂപ എസ്റ്റിമേറ്റ് വരുമെന്ന് ഏകദേശം ഒരു ഐഡിയ ഒക്കെ പറയാനേ പറ്റുള്ളൂ. അപ്പോൾ ഇത് കണ്ടിരിക്കുക. ഓവർഫ്ലോ വന്നാൽ മാറ്റിയാൽ മതി, അല്ലെങ്കിൽ ഇത് തന്നെ ഉപയോഗിച്ചോ, കുഴപ്പമില്ല. പിന്നെ ഈ പെട്രോളിൻ്റെ പൈപ്പും ഇടയ്ക്ക് പൊട്ടിപ്പോണ കംപ്ലയിൻ്റ് ഉണ്ട്. അതുമിനകത്ത് ഫുൾ ടൈം പെട്രോൾ വന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ക്വാളിറ്റിയും പ്രോബ്ലമാണ്. അപ്പോൾ അത് നമ്മൾ മാറ്റുന്നുണ്ട് കൂട്ടത്തികൾ കേട്ടോ. പിന്നെ നമ്മൾ എൻജിൻ ഓയിൽ നോക്കുന്ന സമയത്ത് ഓയിൽ നല്ല ഓയിലാണ്, ലെവൽ കുറച്ച് കുറവുണ്ട്. അത് നമുക്ക് ടോപ്പപ്പ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് പ്ലഗ് അഴിച്ച് മാറ്റി കളയേണ്ടതാണ്. പക്ഷേ ഇതിൻ്റെ പ്ലഗ് അഴിഞ്ഞു പോയിരുന്നില്ല, നല്ല രീതിയിൽ ടൈറ്റാണ്. നമ്മൾ ബലം പിടിച്ച് അഴിക്കാൻ നോക്കി ഒടിഞ്ഞു പോകും. ഇനിയിപ്പോൾ മൊത്തത്തിൽ അഴിച്ച് കഴിയണോണ്ട് മിക്കവാറും വണ്ടി സ്റ്റാർട്ടായി കിട്ടാൻ സാധ്യത കുറവാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബലം പിടിച്ച് അഴിക്കുക തന്നെ വേണ്ടി വരും. അഴിച്ച് ഒടിഞ്ഞു കഴിഞ്ഞാലുള്ള പ്രോബ്ലം ഹെഡ് അഴിച്ച് ലേത്തി കൊടുത്തിട്ട് വേണം നമ്മൾ ക്ലിയർ ചെയ്യാനായിട്ട്. അപ്പോൾ അതും കൂടിയൊക്കെ അറിഞ്ഞിരിക്കുക. നിലവിൽ അങ്ങനത്തെ കംപ്ലയിൻറ്റ്സ് വണ്ടിക്കുണ്ട്. പ്ലഗ് അഴിഞ്ഞു പോരുന്നില്ല, നല്ല രീതിയിൽ ടൈറ്റ് ആയിട്ടുണ്ട്. അതായത് ഓവർ ഹീറ്റിംഗ് വന്ന ഭാഗമാണ്. അപ്പോൾ നമ്മൾ ചെറിയ ടൈറ്റ് ഇപ്പോൾ നിർത്തിയാലും അത് കാലക്രമേണ നമുക്ക് അഴിക്കണേൻ്റെ അളവ് ടൈം ഡ്യൂറേഷൻ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ചില ടൈറ്റ് കാണിക്കും. ആ ഒരു ടൈറ്റാണ് ഇപ്പോൾ നിലവിൽ വന്നേക്കണത് കേട്ടോ. അറിഞ്ഞിരിക്കുക. പ്ലഗ് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിച്ച് കഴിഞ്ഞാൽ നമുക്കത് അഴിക്കേണ്ടതായിട്ട് വരും. അഴിച്ച് കഴിഞ്ഞ് ഒടിഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ലേത്തി കൊടുത്ത് ചെയ്യേണ്ട ഐറ്റമാണ് കേട്ടോ. അതിനപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചിലവ് വരും. അപ്പോൾ കൃത്യമായിട്ടും മനസ്സിലാക്കിയിരിക്കുക. പിന്നെ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് നമുക്ക് മാറ്റിയിടണം. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബുഷുകളൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്, കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല. പിന്നെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനറാണത്, പുതിയ ലൈനർ അടക്കണം, കമ്പനി ലൈനർ അടക്കണം. അപ്പോൾ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിട്ടാൽ മതി. പിന്നെ ഈ പറഞ്ഞ രീതിയുടെ ബ്രേക്ക് സ്വിച്ച്, അതിന് ഇൻഡിക്കേറ്റർ, ഹോണ്ട സ്വിച്ച് ഐറ്റംസൊക്കെ നമ്മൾ മാറ്റി പുതിയത് സെറ്റ് ചെയ്യണേ. കാരണം അത് പ്ലാസ്റ്റിക് ടൈപ്പാണ്. മൊത്തത്തിൽ അഴിച്ച് റീസെറ്റ് ചെയ്യുമ്പോൾ പുതിയത് ഇടാനേ പറ്റുള്ളൂ കേട്ടോ. ബാറ്ററി 2025 ബാറ്ററിയാണ് ഇരിക്കുന്നത്, പുതിയ ബാറ്ററി, ആമറോണിൻ്റെ ബാറ്ററിയാണ്. പിന്നെ ബ്രേക്കിൻ്റെ കേബിളുകൾ കംപ്ലയിൻ്റ് ഉണ്ട്. ലെഫ്റ്റ് സൈഡിലത്തെ ലിവറുമേന്ന് പോകുന്ന 2 കേബിളും ടൈറ്റാണ്. അപ്പോൾ ആ 2 കേബിളും മാറ്റിയിടണം. അതേപോലെ തന്നെ
ഈ ബ്രേക്കിൻ്റെ ലിവർ മാറ്റണം. ഇത് ബെൻഡാണ്, ഇതുണ്ട് ബ്രേക്ക് പിടിക്കുമ്പോൾ താഴേക്കാണ് പോകുന്നത്, ഈ സൈഡിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ ലിവർ മാറ്റാം, 2 ബ്രേക്കിൻ്റെ കേബിളുകൾ മാറ്റിയിടാം. ബ്രേക്ക് സ്വിച്ച് എന്തെങ്കിലും നമ്മൾ ചേഞ്ച് ചെയ്തിടും, കാരണം സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് കാണിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അങ്ങനെ അഴിച്ച് കയറ്റുമ്പോൾ അമ്മാതിരി ഐറ്റംസൊക്കെ നമ്മൾ മാറ്റിയിട്ടാണ് കയറ്റുള്ളൂ എന്തായാലും കേട്ടോ. ബ്രേക്കിൻ്റെ 2 കേബിളും മാറ്റുന്നുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള വർക്കുകൾ വന്നത്. പിന്നെ ബോഡി സെറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് വന്നത്. അതിനകത്ത് നമ്മളിപ്പോൾ ഒരു കോംപ്ലിക്കേഷനായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ പ്ലഗ്ഗാണ്. പ്ലഗ് സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് കാണിച്ച് അഴിച്ചാൽ മിക്കവാറും 99% ഒടിഞ്ഞു പോരാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ മൊത്തത്തിൽ നമ്മൾ എഞ്ചിൻ ഇറക്കിയിട്ട് അത് ലേറ്റി കൊടുത്ത് റെഡിയാക്കേണ്ടതായിട്ട് വരും. അത് അറിഞ്ഞിരിക്കുക. അങ്ങനെ വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന എമൗണ്ടിന് മുകളിലേക്ക് വരും. ലേബർ ചാർജിൽ വ്യത്യാസം വരും. നേരെ മറിച്ച് ഒടിഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ, ഒടിഞ്ഞില്ല, വണ്ടി സ്റ്റാർട്ടായി കിട്ടിയാൽ ഓൾറെഡി കൊണ്ടുപോകാം, കുഴപ്പമില്ല, നോ പ്രോബ്ലം. ഒടിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ രീതിയിലുള്ള ചിലവ് വരും. അത് അറിഞ്ഞിരിക്കുക. മെക്കാനിക്കിൻ്റെ പ്രശ്നമല്ല, ഓൾറെഡി ആ വണ്ടിയുടെ കംപ്ലൈൻറ്റ് കൊണ്ട് വന്ന കേസാണ് കേട്ടോ. ഞാൻ എടുത്ത് പറയണതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ റേറ്റിൻ്റെ കേസിൽ വരുമ്പോഴത്തേക്കും വലിയ പ്രോബ്ലമായിട്ട് വരും. മാക്സിമം ചിലവ് ചുരുക്കി ചെയ്യണം, എന്നാൽ വണ്ടിയുടെ എല്ലാ പണിയും ചെയ്യണം. അതാണ് നിലവിൽ ആവശ്യം. നമ്മളെ കൊണ്ട് പറ്റുന്ന കേസാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മാക്സിമം അത് നമ്മുടെ ഇതിനകത്ത് നിന്നിട്ട്, പരിമിതിയിൽ നിന്നിട്ട് പരമാവധിയും ക്ലിയറായിട്ടാണ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് നിലവിൽ നമ്മുടെ വണ്ടിയുടെ മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള തന്നെ ഏകദേശം ഒരു ഐഡിയ. അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. കാർബറേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്യുമ്പോൾ ഓവർഫ്ലോ വരാനുള്ളൊരു സാധ്യതയുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കുക. ഇതൊരു വലിയ പ്രശ്നമാണ്. 10 വണ്ടി അഴിച്ച 9 വണ്ടിയുടെ കാർബറേറ്റർ മാറ്റേണ്ട സിറ്റുവേഷനാണ്. പക്ഷേ അഴിക്കാണ്ടോട്ട് പറ്റില്ല, അതുകൊണ്ട് അഴിച്ചേക്കണമാണ് കേട്ടോ. ഓക്കെ, ഞാൻ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം എന്തായാലും. ബാക്കി വർക്ക് നമ്മളിപ്പോൾ ബോഡി കയറ്റിനേക്കാളും മുമ്പ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വണ്ടി ടെസ്റ്റ് ഡ്രൈവ് നടത്തി, ഈ കണ്ടീഷനിൽ നിന്ന് ടെസ്റ്റ് ഡ്രൈവ് നടത്തിയിട്ട് കോൺടാക്റ്റ് ചെയ്യാം. എന്നാലാണ് നമുക്ക് ഏകദേശം ഈ എമൗണ്ടിൻ്റെ കേസിലൊരു കാൽക്കുലേഷൻ വരുള്ളൂ, എത്രയിൽ തീർക്കാൻ പറ്റും എന്നുള്ള കേസ്. എന്തായാലും നോക്കിയിട്ട് പറയാം. ഓക്കെ.